ഇനി ഞാൻ ഈ എഴുതിയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാൻ എല്ലാത്തിനെയും രണ്ടിനെയും രണ്ട് സ്ഥലത്താണ് എഴുതിയത്. ഓക്കെ, ഇവിടെ വാട്ടറും വിൻഡും കഴിഞ്ഞിട്ട് വോൾക്കാനും എർത്ത് എനിക്ക് ഇവിടെ തന്നെ എഴുതായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. വോൾക്കാനോ ആൻഡ് എർത്ത് ഞാൻ ഇവിടെയാണ് എഴുതിയത്. ദെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസിനെ ഞാൻ വീണ്ടും ഇവിടെ കൊണ്ടുപോയി എഴുതി. അതിന് കാരണം എന്താണ്? ക്യാൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഒന്ന് പ്ലേറ്റ് മൂവ്മെന്റ്സ് കൊണ്ട് വരുന്നതും മറ്റത് നോൺ പ്ലേറ്റ് മൂവ്മെന്റ്സും. ഓക്കെ, ഗുഡ് ഒബ്സർവേഷൻ. ഇനി അതല്ലാതെ വേറെ എന്തെങ്കിലും? ലൈക്ക് എക്സാക്ട്ലി എനിക്ക് കിട്ടേണ്ട ഒരു ആൻസർ അത് തന്നെയാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഒബ്സർവേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? സെയിം അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ. എങ്ങനെ? എക്സാക്ട്ലി. വോൾക്കാനോ ആയാലും എർത്ത് ആയാലും പുതിയൊരു എൻറ്റയർ ലാൻഡ് ഫോംസ് തന്നെ ക്രിയേറ്റ് ചെയ്യും. ലൈക്ക് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എക്സാക്ട്ലി? അതായത് ഈ വാട്ടർ വിൻഡ് വരുമ്പോൾ ഒരുപാട് സ്ഥലത്തേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കില്ല. ഓക്കെ, അതായത് പറഞ്ഞത് വാട്ടർ വിൻഡ് പ്ലാന്റ്സ് ഇതൊക്കെ ഒരുപാട് സമയം എടുക്കും, വോൾക്കാനോ എർത്ത് പെട്ടെന്നാണ്. ഒരുപാട് സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവുമല്ലോ വാട്ടർ വിൻഡ്, ഒരുപാട് സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവും. അപ്പൊ വോൾക്കാനോ എർത്ത് ഒന്നും ഒരുപാട് സ്ഥലത്തേക്ക് സ്പ്രെഡ് ആവില്ല. അതല്ല, അത് കുറച്ച് അതിന്റെ ഒരു സറൗണ്ടിങ്സ് വാട്ടർ വിൻഡ് ഇപ്പോ റിവറൊക്കെയാണ്, റിവറിന്റെ ഒത്തിരി വരുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതാൻ മെയിൻ ആയിട്ട് രണ്ട് റീസൺ ആണ്. സോ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ലൈക്ക് എർത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കും. ഭൂമികൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റിന്റെ ഇടയ്ക്ക് ലൈക്ക് അത് ഉണ്ടായി തീർന്നു. ഓക്കെ, മാക്സിമം ചിലപ്പോൾ ഒരു മണിക്കൂറേറ്റം ഉണ്ടാവുമായിരിക്കും. അല്ലാതെ വർഷങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഒന്നും സിംഗിൾ എർത്ത് നീണ്ടു നിൽക്കില്ല. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ എർത്ത് സ്വാംസ് എന്ന് പറയും. ഓക്കെ, എർത്ത് സ്വാംസ് എന്ന് പറയും. അതൊരു ഡിഫറെന്റ് കേസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു എർത്ത് ഉണ്ടാവും, പിന്നെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവും, പിന്നെ ഉണ്ടാവും. ഇങ്ങനെ കണ്ടിന്യൂസ് എർത്ത് ഉണ്ടാവും. പക്ഷെ ഓരോ എർത്ത് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും, കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പൊ ബെല്ലടിക്കുന്ന പോലെ നമ്മൾ ഈ നമ്മുടെ മെറ്റൽ ബെല്ലുണ്ടല്ലോ, അത് ഒരു തവണ അടിക്കുന്നു, ലൈക്ക് ആ അടിയിൽ അത് കഴിഞ്ഞു, വീണ്ടും നമുക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അടിക്കാം. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ലൈക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എർത്ത് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ സ്വാംസ് എന്ന് പറയുന്നത്. ഒരു റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യത്തേത്, ഫൗണ്ടേഷൻ ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. രണ്ടാമത്തേത്, ടെസ്റ്റ് സീരീസ്. മൂന്നാമത്തേത്, വീക്ക്ലി ആൻസറിംഗ് പ്രോഗ്രാം. നാലാമത്തേത്, ഒരു പേഴ്സണലൈസ്ഡ് മെന്റർ. അഞ്ചാമത്തേത്, 24 hour റീഡിംഗ് റൂം ഫെസിലിറ്റി. ഇതെല്ലാം അനന്തയിലുണ്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ സിവിൽ സർവീസ് അക്കാഡമിയിൽ പഠിക്കാൻ നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, സോ ഇത്തരത്തില് ഒരുപാടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എർത്ത് ഉണ്ടാകുമ്പോൾ അത് സ്വാംസ്, അത് ചിലപ്പോഴേക്ക് ആഴ്ചകളോളൊക്കെ നീണ്ടു നിൽക്കാം. പക്ഷേ ഒരു സിംഗിൾ എർത്ത് എന്ന് പറയുന്നത് അതൊരു ക്വിക്ക് ആക്ഷൻ ആണ്, വളരെ പെട്ടെന്ന് സംഭവിക്കുകയും ചെയ്യും. അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് കാര്യങ്ങളൊക്കെ അതും പെട്ടെന്ന് നടക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാട്ടർ, വിൻഡ്, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇത് ഒരുപാട് വർഷം എടുക്കും. ഇന്നിപ്പോ ഒരു സ്ഥലത്തൂടെ കുറച്ച് വെള്ളം ഒഴുകിന്ന് വെച്ചിട്ട് അവിടെ കാര്യമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്ത് പല പ്രദേശത്തൂടെയും വെള്ളം ഒഴുകിയിട്ടാണ് അവിടെ കാര്യപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം വെള്ളം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റത്തിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് കുറച്ചുകൂടെ മനസ്സിലാവും. ഇത് വെള്ളം ഒഴുകിയിട്ടുണ്ടായിട്ടുള്ള മാറ്റമാണ്, കണ്ടോ? അതായത് ലൈക്ക് ഇങ്ങനെ ചേർന്ന് നിന്ന മലകൾക്ക് ഇടയിലൂടെ ഈ നദി ഇങ്ങനെ ഒഴുകി. ആദ്യം മുകളിലൂടെയായിരുന്നു ഒഴുകിയിരുന്നത്, പിന്നീട് വർഷങ്ങളായിട്ട് ഇതിലൂടെ ഒഴുകിയ സമയത്ത് എറോഷൻ നടന്ന് 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 ആ നദി എന്ത് ചെയ്തു, അവസാനം ഇത്രയും താഴ്ചയിലേക്ക് എത്തി. ഓക്കെ, ഈ താഴ്ച ഉണ്ടായപ്പം അതിലൂടെ നദി ഒഴുകി എന്നല്ല, മറിച്ച് എന്താണ്, ഈ ഒരു പ്രദേശത്ത് കൂടെ നദി ഒഴുകി ഒഴുകി ഇവിടെ താഴ്ന്നു പോയതാണ്. അപ്പം ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് 1-2 ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇതാണ് ലൈക്ക് ഗോർജ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ല, വളരെ സോളിഡ് ആയിട്ടുള്ള റോക്ക് ആയിരുന്നു. അതിൽ ഈ വിള്ളല് വീണിട്ട് ഇങ്ങനെ നദി ഒഴുകി പോകാൻ കാരണം എന്താണ്? ഈ നദി ഒഴുകിയതിനനുസരിച്ചിട്ട് ഇവിടുന്ന് മുഴുവൻ എന്ത് ചെയ്തു, അത് പതിയെ പതിയെ മണ്ണെടുത്തുകൊണ്ട് പോയി. അങ്ങനെ പോയപ്പോഴാണ് ഇത് ഒരുപാട് താഴ്ചയിലേക്ക് എത്തിയത്. അപ്പൊ ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് രൂപം കൊള്ളുന്നതാണ്. ഓക്കെ, സോ ഈവൻ ദിസ് ഗോർജ്
ഇതൊക്കെ ഒരുപാട് സമയം എടുത്തുകൊണ്ട് രൂപം കൊള്ളുന്ന കാര്യങ്ങളാണ്. ഇത് കണ്ടില്ല, ഒരുപാട് താഴ്ന്നു പോയി. ഇവിടെയൊക്കെ ലൈക്ക് പ്യുവർ റോക്കാണ്. ഈ റോക്കിനെ ഒരുപാട് വർഷം എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒഴുകുന്ന വാട്ടർ ഇറോഡ് ചെയ്യുന്നത്. ലൈക്ക് ഇനീഷ്യലി ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും, ഒരു ചെറിയ തോടായിരിക്കും, ഒഴുകുന്നതായിരിക്കും. പക്ഷെ അത് ഒരുപാട് വർഷം കഴിഞ്ഞ് ഇറോഡ് ചെയ്ത് പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് വർഷം കഴിയുമ്പോൾ ഇതുപോലെ ഈവൻ കുന്നുകളെ പോലും ഇറോഡ് ചെയ്ത് അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒഴുകി പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ഈ വിൻഡ്, വാട്ടർ, പ്ലാന്റ് ഇതൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് ഞാൻ ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത് ടൈമാണ്. ഇത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, ഇത് പെട്ടെന്ന് കഴിയും. ഒരു വോൾക്കാനിക് ഇറപ്ഷൻ ആണെങ്കിലും അത് പെട്ടെന്ന് കഴിയും. ഉള്ളിൽ നിന്നുള്ള വോൾക്കാനോസ് ഒക്കെ ഒന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പിന്നെ കുറെ കാലത്തേക്ക് അവിടുന്ന് പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാവുന്നുണ്ടോ? ടൈമിന്റെ ബേസിൽ എനിക്ക് ഇങ്ങനെ രണ്ടെണ്ണാക്കി വെക്കാം എന്നുള്ളത്. സർ. ഓക്കെ, ഉണ്ട് സർ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ വോൾക്കാനോ ആയാലും എർത്ത് ക്വേക്ക് ആയാലും അത് എർത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, ഈ ടെക്ടോണിക് മൂവ്മെന്റ്സ് എങ്ങനെയായാലും ഇതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഉള്ളിൽ നിന്ന് വന്നിട്ട് എർത്തിന്റെ സർഫസിൽ മാറ്റം ഉണ്ടാക്കുന്നു. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് എൻഡോ. ഓക്കെ വിത്തിൻ എൻഡോ, ഉള്ളിൽ നിന്നുള്ളതാണ് ഈ സാധനം. എന്നാൽ വാട്ടർ ആയാലും വിൻഡ് ആയാലും പ്ലാന്റ് ആയാലും എർത്തിന്റെ സർഫസിലുള്ള സാധനങ്ങളാണ്. അത് ഈ സർഫസിലൂടെ വന്നിട്ട് സർഫസിൽ മാറ്റം ഉണ്ടാകുന്നു. അപ്പൊ ഇതെന്താണ്, ഇത് എക്സോ ആണ്. ഓക്കെ, സോ അതും ക്ലിയർ ആണോ, എൻഡോ ആൻഡ് എക്സോ? സർ ക്ലിയർ ആണ്. ഓക്കെ ഫൈൻ. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻ ടോട്ടൽ സമ്മറി നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഇതിന്റെ ഓരോന്നിന്റെയും സ്പെസിഫിക്കേഷനിലേക്ക് ഈ ചാപ്റ്ററിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വാട്ടർ ഡിഫറെന്റ് ആയിട്ടുള്ള ഇറോഷൻ ലാൻഡ് ഫോംസ് അതുപോലെ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ വാട്ടറിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വാട്ടറിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ടർ ഇപ്പം ഒരു പ്രദേശത്തു നിന്ന് ഒഴുകുകയാണ്. ഓക്കെ, ലൈക്ക് ഞാനിപ്പോ ഒരു ജോഗ്രഫി വരയ്ക്കുകയാണ്. അപ്പൊ ഇതിലൂടെ വാട്ടർ ഒഴുകുക എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിലൂടെ എങ്ങനെ വാട്ടർ ഒഴുകുകയാണ്, വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ പോയിന്റിലാണ്, പി എന്ന പോയിന്റിൽ എത്തുമ്പോൾ അത് അവസാനിക്കുന്നുണ്ട്. അപ്പൊ ഈ വാട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ ഓരോ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. എ എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ദിസ് പോയിന്റ് ഇസ് സി, ദിസ് പോയിന്റ് ഇസ് ഡി ആൻഡ് ദിസ് പോയിന്റ് ഇസ് ലൈക്ക് ബി. ഓക്കെ, സോ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടെ നേരെയുള്ള പ്രദേശമാണ് കേട്ടോ. ഓക്കെ, സോ ഇവിടെ ഒരു ഹൈറ്റും ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ എ സി ഡി ബി ഈ 4 ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എവിടെയായിരിക്കും ഏറ്റവും സ്പീഡിൽ വെള്ളം ഒഴുകുന്നത്? സ്ലോപ്പുള്ള ഭാഗം എന്ന് പറയുമ്പോൾ ഏതാണ്? എ ആണോ, സി ആണോ, ഡി ആണോ, ബി ആണോ? ഓക്കെ, അതായത് ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഓക്കെ, ഈ ഒരു ഏരിയയിലായിരിക്കും വെള്ളത്തിന് ഏറ്റവും കൂടുതൽ സ്പീഡ് കിട്ടുന്നത്. പിന്നെ ഡിയിലെത്തുമ്പം ഡെഫിനറ്റ്ലി ഇതിന് സ്പീഡ് ഉണ്ടായിരിക്കും, കാരണം ഈ ഒരു ഇറങ്ങി വന്നിട്ട് ഈ ഒരു ലൈക്ക് ഏരിയയിലും ഇതിന് സ്പീഡ് ഉണ്ടായിരിക്കും. പക്ഷെ ഡി കഴിഞ്ഞിട്ട് പിന്നീട് ഇങ്ങോട്ടേക്കുള്ള എല്ലാ ഏരിയയിലും അതിന്റെ സ്പീഡ് കുറയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ഏറ്റവും കൂടുതൽ സ്പീഡ് അത് അക്യൂർ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടുന്ന് ലൈക്ക് ജസ്റ്റ് അതിങ്ങനെ മലയുടെ മുകളിൽ നിന്നൊക്കെ അതിങ്ങനെ പതുക്കെ ഒഴുകി വരുന്നേ ഉണ്ടാവുള്ളൂ. ഇനി ജസ്റ്റ് ഒരു മല നമ്മൾ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കുക, ഒരു മലയാണ്. അപ്പൊ ഈ മലയുടെ ഈ ഭാഗത്ത് നിന്ന് സ്ട്രീംസ് വരും, ഈ ഭാഗത്ത് നിന്ന് സ്ട്രീംസ് വരും, ഈ സ്ട്രീം വരും, ഈ സ്ട്രീം എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പുഴയായിട്ട് ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലേ? ഒരുപാട് ചെറിയ തോടുകളും ചെറിയ പുഴകളും ഒക്കെ ചേർന്നിട്ടാണ് ഒരു വലിയ പുഴ ഉണ്ടാകുന്നതെന്ന്. അതെ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എ എന്ന് പറയുന്ന പ്രദേശത്തുള്ളതിനെക്കാട്ടിയും കൂടുതൽ വാട്ടർ കണ്ടന്റ് ബിറ്റ്വീൻ സി ആൻഡ് ഡി ഉണ്ടായിരിക്കും അല്ലെ? സ്പീഡ്, വാട്ടർ കണ്ടന്റ് ഇത് രണ്ടും കൂടുതലല്ലേ? ക്ലിയർ ആണോ? കാരണം ഞാനിപ്പോ മാർക്ക് ചെയ്ത പോയിന്റ് ഇവിടെ എ ആണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കുറെ എകളുണ്ട്. ഈ എകളിൽ നിന്നുള്ള ഒരുപാട് നദികളെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ പുഴകൾ ജോയിൻ ചെയ്തിട്ട് ബിറ്റ്വീൻ സി ആൻഡ് ഡിയിലേക്ക് വരുമ്പോൾ ഇവിടെ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. ഈ ഓരോ എയിൽ നിന്ന് വരുന്നതും കൂടെ ചേർന്നിട്ടാണ് സി ആൻഡ് ഡി എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത്. ഓക്കെ, ഞാൻ ഒറ്റ നദിയുടെ കേസ് മാത്രമല്ല പറഞ്ഞത്,
ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ നദികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു വലിയ നദിയായിട്ട് മാറുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ എത്തുമ്പോൾ സ്പീഡ് ആൻഡ് വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ പലപ്പോഴും ചില ആൾക്കാരൊക്കെ വണ്ടി കഴുകിയിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ വണ്ടി നിങ്ങൾ കഴുകുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ വണ്ടി കഴുകുന്ന സമയത്ത് നമ്മൾ സാധാരണ പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം പൈപ്പിലൂടെ, ഓക്കെ, ഒരു ഓസ് അല്ലെങ്കിൽ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ടാപ്പിലുള്ള വെള്ളം പൈപ്പിൽ നിന്ന് എടുത്തിട്ട് അത് ചീറ്റുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ അറ്റത്ത് നമ്മൾ ഇങ്ങനെ വിരൽ വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ ഫോഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ചില ആളുകൾ എന്ത് ചെയ്യും, അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള മെഷീൻസ് യൂസ് ചെയ്യും. അപ്പം വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നല്ല ഒരു ഗണ്ണിന്റെ ഫയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട്, വെള്ളം ചീറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇങ്ങനെ ഈ ഒരു സ്പീഡ് കൂട്ടുന്നതിന് കാരണം എന്താണ്? ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഡസ്റ്റുകൾ അല്ലെങ്കിൽ ഡേർട്ട്, ചളി, ഓക്കെ, പൊടി, ഇതൊക്കെ ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം ബിക്കോസ് ഓഫ് ദിസ് സ്പീഡ്. ഇങ്ങനെ സ്പീഡ് ഉള്ളത് കൊണ്ട് എന്താണ്? അത് പെട്ടെന്ന് പോവും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് കൂട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, എമൗണ്ട് ഓഫ് വാട്ടർ കൂടുകയാണെന്ന് വിചാരിക്കുക. ഒരുപാട് വെള്ളം എടുത്തിട്ട്, ഇപ്പൊ നമുക്ക് ഒരു തറ ക്ലീൻ ചെയ്യണം, ലാർജ് ഏരിയ ഉണ്ട്. സാധാരണ നമ്മൾ ബക്കറ്റ് മുഴുവൻ വെള്ളം എടുത്തിട്ട് ആ ബക്കറ്റ് എന്ത് ചെയ്യും? ചെരിച്ചിട്ട് ഒരൊറ്റ ഒഴിക്കല. ആ ഒഴിക്കുന്ന ഒരുപാട് വെള്ളത്തിൽ എന്ത് ചെയ്യും? അത് മുഴുവൻ അങ്ങ് ഒഴുകിപ്പോകും. ഓക്കെ, അപ്പം എമൗണ്ട് ഓഫ് വാട്ടർ എടുക്കുന്ന സമയത്തും എന്ത് ചെയ്യാം? നമുക്ക് ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ വാട്ടർ ഇങ്ങനെ ഒഴുകി വന്നിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് സ്പീഡും അതുപോലെ തന്നെ വാട്ടർ കണ്ടന്റും ഒക്കെ കൂടുമ്പോൾ ഈ ഒഴുകുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളെ ഇറോഡ് ചെയ്യാനും അതിനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുള്ളതിനെ അത് ഇറോഡ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഉള്ളതിനെ മുഴുവൻ അതിന് കൊണ്ടുപോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, ഇറോഷൻ എന്താന്നുള്ളത് അറിയാലോ? ഓക്കെ, അപ്പം ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തുന്നതിനനുസരിച്ച് അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിന്റെ കളറൊക്കെ മാറും. ഓക്കെ, കുറെ കൂടെ കലങ്ങിയ വെള്ളമൊക്കെ ആയിരിക്കും വരുന്നത്. ഇവിടെയുള്ള ചടി, പൊളി, മണ്ണ്, അതുപോലെ ഈവൻ കല്ലുകൾ, അതിനൊക്കെ ഈ വെള്ളം അതിന്റെ കൂടെ തന്നെ കൊണ്ടുവരും. കാരണം അത്രയും സ്പീഡ് ഉണ്ട്, അത്രയും എന്തുണ്ട്? വാട്ടർ ഉണ്ട്. ഓക്കെ, അപ്പം ആ വെള്ളവും കൊണ്ടായിരിക്കും ഇത് ഇങ്ങനെ താഴത്തേക്ക് എത്തുന്നത്. അപ്പൊ ഇങ്ങോട്ടേക്ക് എത്തുന്നതോട് കൂടിയിട്ട് പിന്നെ ഇതിന് എന്ത് ചെയ്തു? സ്പീഡ് കുറഞ്ഞു. ഓക്കെ, അപ്പൊ സ്പീഡ് കുറഞ്ഞിട്ട് പിന്നെ ഒരു കെട്ടിക്കിടക്കുന്ന രൂപത്തിലേക്ക് ഈ വെള്ളം മാറണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് മുഴുവൻ ഇവിടെ സെറ്റിലാവും. ഓക്കെ, നമുക്കൊരു വെള്ളം സെറ്റിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വാട്ടർ നമ്മൾ അനക്കാതെ വെക്കും. അപ്പൊ അനക്കാതെ വെക്കുമ്പോൾ എന്ത് ചെയ്യും? ആ വാട്ടറിലുള്ള പൊടിയും ചളിയും ഒക്കെ അവിടെ സെറ്റിലാവും. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ഇവിടെ എറോഷൻ ആക്ടിവിറ്റി നടക്കുമ്പോൾ, അതായത് ഈ ഒരു റിവറിന്റെ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ എറോഷൻ ആക്ടിവിറ്റി നടക്കുമ്പോൾ ഈ റിവറിന്റെ ലോവർ ആൾട്ടിറ്റ്യൂഡ് റീജിയനിൽ ഡെപ്പോസിഷൻ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെയുള്ള കല്ലും മണ്ണും അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് മണലായിട്ട് അത് ഡെപ്പോസിറ്റ് ചെയ്യും. ഈ മണൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് ഊറ്റിയെടുക്കും. ഇവിടെയുള്ള പാറകളെ ഈ വെള്ളത്തിന്റെ ഇടയിൽ പെട്ടിട്ട് അത് തമ്മിൽ കൂട്ടി മുട്ടി പൊടിഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്ന സമയത്ത് മണലുകൾ രൂപം കൊള്ളുന്നത്. നമ്മൾ കേരളത്തിലൊക്കെ മണലൂറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ കൺസ്ട്രക്ഷനിലൊക്കെ മണൽ ഉപയോഗിക്കുന്നുണ്ട്. അത് എന്ന് പറയുന്നത് ഈ പറയുന്ന നദികളുടെ ഹയർ ആൾട്ടിറ്റ്യൂഡിലുള്ള വലിയ വലിയ കല്ലുകൾ ഈ വെള്ളത്തിൽപ്പെട്ട് ഒഴുക്കിൽപ്പെട്ട് പോരുന്ന സമയത്ത് പരസ്പരം ഇടിച്ചിടിച്ച് അതിന്റെ ചെറിയ തരികളായിട്ട് മാറി ആ തരികളാണ് നമുക്ക് ഇവിടെ എത്തുന്ന സമയത്ത് മണലായിട്ട് മാറുന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എറോഷൻ ആക്ടിവിറ്റി നടക്കുന്നു, ഇവിടെ എത്തുന്ന സമയത്ത് അത് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി ആയിട്ട് മാറുന്നു. ഈ ഒരു കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. അപ്പം ഈ പറയുന്ന വെള്ളത്തിന് ഇതുപോലെ ഇറോഷൻ ആൻഡ് ഡെപ്പോസിഷൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അത് വെള്ളത്തിന് മാത്രമല്ല, വിൻഡിനും സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ സീ അല്ലെങ്കിൽ ഓഷ്യൻ വാട്ടർ അല്ലെങ്കിൽ തിരമാലയ്ക്ക്, ഓക്കെ, അതിനും എന്ത് പറ്റും? ഇത് പറ്റും. ഓക്കെ, അതായത് ടൈഡ്. ഓക്കെ, സോ അതിനും എന്ത് പറ്റും? ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് വിൻഡ്, വാട്ടർ, അതുപോലെ തന്നെ ടൈഡ്. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ലാൻഡ് ഫോംസുകളെ കുറിച്ച് നിങ്ങൾ പഠിക്കും. അതെല്ലാം സെപ്പറേറ്റ്ലി നോട്ട് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ വാട്ടർ, ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ സീ, ലാൻഡ് ഫോംസ് ക്രിയേറ്റഡ് ബൈ വിൻഡ്, ഇതൊക്കെ UPSC പല തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് ഷോ യു.
ഒരുപാട് ചോദ്യം ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് പല തവണയായിട്ട് UPSC റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. സോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ UPSC CAPF എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ലോസസ്, അതുപോലെ ലൈക്ക് ടൊംബോലോ, ദെൻ ലൈക്ക് പോയിന്റ് ബാർസ്, മൊറൈൻസ്. അപ്പൊ ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഓരോന്നും ഏതാണെന്നുള്ളത് നിങ്ങൾ പഠിക്കും. ഓക്കെ, ഇപ്പൊ ലൈക്ക് മൊറൈൻസ് എന്നൊക്കെ പറയുന്നത് ദിസ് ആക്ച്വലി റിലേറ്റഡ് ടു ദ ഗ്ലേഷ്യേഴ്സ്. ഓക്കെ, സോ ഇത്തരത്തില് ഓരോന്നും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഓരോ ലാൻഡ് ഫോംസ് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഏജന്റ് അല്ലെങ്കിൽ ഫോഴ്സ് എന്താണ്, അപ്പൊ ഇതിന്റെ ഒരു ബേസിക്സ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരുപാട് ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, UPSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ചോദിച്ചൊരു ചോദ്യമാണ് സ്റ്റാൽക്കൈറ്റ് ആൻഡ് സ്റ്റാൽഗമൈറ്റ്. ഓക്കെ, ദീസ് ആർ ലൈക്ക് ദ പില്ലേഴ്സ് ആൻഡ് ദ ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ഓഫ് റണ്ണിങ് വാട്ടർ ആണോ, വിൻഡ് ആണോ, ഗ്ലേഷ്യർ ആണോ, അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണോ. ഓക്കെ, സോ ഇവിടെ 2 വാട്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ എന്തിൻ്റെതാണ് ഈ ഒരു ആൻസർ എന്നുള്ളതാണ്. ഓക്കെ, സോ ലൈക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ. സോ ഇങ്ങനെ ഓരോന്നും ഏതിന്റെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് ഡെഫിനറ്റ്ലി ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ഇതാണ് സ്റ്റാൽക്കൈറ്റ് ആൻഡ് സ്റ്റാൽഗമൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ലാൻഡ് ഫോംസും അതിന്റെ ഏജൻസും ഒക്കെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഈ ഓരോ ലാൻഡ് ഫോംസും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് UPSC അല്ലെങ്കിൽ UPSC പെർസ്പെക്റ്റീവിൽ ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഒരു 6-7 ചാപ്റ്റർ എന്നുള്ളത് പഠിച്ചു. അപ്പൊ അതിലെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ എറോഷൻ ആൻഡ് ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സ് ക്രിയേറ്റഡ് ബൈ വിൻഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലൈക്ക് വാട്ടർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഓരോന്നും ഓരോ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇനി പഠിക്കാനുണ്ട്. ഇനി ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു റിവർ അതിങ്ങനെ ഒഴുകിയിട്ട് എന്ത് ചെയ്തു, അതിന്റെ സമതല പ്രദേശങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലാൻഡ് ഫോംസ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഇതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ലാൻഡ് ഫോംസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത് ആ ഒരു ഇമേജ് കാണിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ ലൈക്ക് ഡെൽറ്റാസ് വരുന്നുണ്ട്, ഓക്സ്ബോ ലേക്സ് വരുന്നുണ്ട്, ഓക്കെ, ലെവീസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള റണ്ണിങ് വാട്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ആണ്. പക്ഷെ അത് എനിക്ക് നിങ്ങൾക്ക് ഇമേജ് കാണിച്ചു തന്നിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ചാപ്റ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എർത്തിന്റെ സർഫസ് ഒരുപാട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു അതിന്റെ സർഫസിൽ ഉണ്ടാക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്, ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസിനെ നമ്മൾ മേജർലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് എക്സോജെനിക് ഫോഴ്സസ്. ഓക്കെ, ജെനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ജനറേഷൻ എന്നുള്ള ആ ഒരു സാധനം, ജെനിക് രൂപം കൊള്ളുന്നു. അപ്പം എക്സോജെനിക് എന്ന് പറയുന്ന സമയത്ത് പുറത്തു നിന്ന്, ഓക്കെ, എക്സോജെനിക് പുറത്തു നിന്നുള്ള ഫോഴ്സുകൾ, അതാണ് ഈ പറയുന്ന റിവർ, വിൻഡ്, സീ വേവ്സ്, ഗ്ലേഷ്യേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ്. ഓക്കെ, ഒഴുകുന്ന മഞ്ഞ്, മഞ്ഞ് നദി എന്നൊക്കെ പറയാം. പക്ഷെ ലൈക്ക് പ്രോപ്പർലി നദി എന്നുള്ള രൂപത്തിലല്ല, പതുക്കെ പതുക്കെ ഒഴുകുന്ന മഞ്ഞ്, അതാണ് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത്. ഒരു ദിവസത്തിൽ ചിലപ്പം 1 സെന്റിമീറ്ററോ 5 സെന്റിമീറ്ററോ മാക്സിമം ചിലപ്പം ചില മീറ്ററുകൾ അത്രയൊക്കെ അത് ഒഴുകുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്ലേഷ്യേഴ്സ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം എന്താണ് ഗ്ലേഷ്യേർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഗ്ലേഷ്യേറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലാൻഡ് ഫോംസ് ആണ് മൊറൈൻസ്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ക്വസ്റ്റ്യനിൽ. ഓക്കെ, സോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ഇപ്പം തൽക്കാലം ഗ്ലേഷ്യേഴ്സും ഈ രൂപത്തിലുള്ള ഒരു എക്സോജെനിക് ഫോഴ്സ് ആണ്. അത് എറോഷണൽ ആൻഡ് ഡെപ്പോസിഷണൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി എൻഡോജെനിക് ഫോഴ്സസിലേക്ക് വരുന്ന സമയത്ത് സഡൻ ഫോഴ്സസ് ആണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അങ്ങനെ വരുന്നതാണ് എർത്ത് ക്വേക്ക്, വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ്. ഓക്കെ, ലാൻഡ് സ്ലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് വീഴ്ച, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാൻഡ് സ്ലൈഡ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഫോഴ്സുകളാണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, ബട്ട് ഈ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ്, പക്ഷെ അതിന്റെ ഫോഴ്സ് വരുന്നത് വിത്തിൻ എർത്ത് ആണ്. ഓക്കെ, അതായത് പ്ലേറ്റ് ടെക്ടോണിക്സ് കാരണമാണ് പല സമയത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാറ്. അതുകൊണ്ടാണ് അതിനെ എൻഡോജെനിക് കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേപോലെ തന്നെ ചിലപ്പം ചില സ്ലോ പ്രോസസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ചില സ്ലോ പ്രോസസ് ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ ഡയോസ്ട്രോഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ബിൽഡിംഗ് മൗണ്ടെയിൻസ്. അപ്പം ഹിമാലയൻ രൂപം കൊണ്ടത് 2, ഓക്കെ, ലൈക്ക് ഈ ഒരു ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പ്ലേറ്റും തമ്മിൽ കൂട്ടിമുട്ടിയ സമയത്താണ് ഹിമാലയൻ രൂപം കൊണ്ടത്. പക്ഷെ അത് ഒരു ദിവസം രാവിലെ വന്നിട്ട് അങ്ങ് കൂട്ടിയിടിച്ചതല്ല. ലൈക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾ എടുത്തിട്ട് അത് പതുക്കെ 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 മൂവ് ചെയ്തു. എന്നിട്ട് പതുക്കെ ആ ഒരു ഫോഴ്സ് അത് അങ്ങനെ കൂട്ടിമുട്ടിയിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്,
ഇവിടെ ഈ മൗണ്ടെയിൻസ് രൂപം കൊണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗ്ലോബിലെ മറ്റ് പ്രദേശങ്ങൾ നോക്കുന്ന സമയത്ത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും എടുത്തു കഴിഞ്ഞാൽ റോക്കീസ് ആൻഡ് ആൻഡീസ് വരുന്നുണ്ട്. ഓക്കെ, സോ അവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു മൗണ്ടെയിൻ ഫോർമേഷൻ ഉണ്ടാവാൻ കാരണം ഈ രൂപത്തിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതാണ്. അപ്പം അത്തരത്തില് മൗണ്ടെയിൻ ബിൽഡിംഗ് പ്രോസസ്സ് വരുന്നുണ്ട്. അത് സ്ലോ പ്രോസസ് ആണ്. അതിനെ നമ്മൾ ഡയസ്ട്രോഫിക് ഫോഴ്സസ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും UPSC മെയിൻസ് എക്സാമിനേഷനിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് എന്ത്, ലാൻഡ് ഫോം ക്രിയേറ്റിംഗ് ഫോഴ്സസ്. അതിനെ കുറിച്ചിട്ട് ബ്രീഫ് ചെയ്യാൻ. ഓക്കെ, വാട്ട് ആർ ദ ഫോഴ്സസ് ദാറ്റ് ഈസ് ചേഞ്ചിങ് ദി ലാൻഡ് ഫോംസ് അല്ലെങ്കിൽ ദ ജോഗ്രഫി. ഓക്കെ, സോ ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിൽ കുറച്ചുകൂടെ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് വോൾക്കാനോ എന്ന് പറയുന്നത്. എർത്ത് ക്വേക്കിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പഠിക്കുന്നുണ്ട്. സോ വോൾക്കാനോ എന്ന് പറയുന്നത്, അപ്പൊ ഈ വോൾക്കാനിക് ആക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എൻഡോ എക്സോ, ഇൻസൈഡ് ഔട്ട്സൈഡ്, അതിന്റെ കൂടെ ജെനിക്, ഒറിജിൻ, ജനറേഷൻ അല്ലെങ്കിൽ ജെനിക് എന്നുള്ള സാധനം അത് കൊടുക്കുന്ന സമയത്ത് എൻഡോജെനിക് ആൻഡ് എക്സോജെനിക്. നിങ്ങൾക്ക് ആ വേർഡിന്റെ ഒറിജിൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദെൻ വോൾക്കാനോ, വോൾക്കാനോയിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ സ്ട്രക്ചർ വളരെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എർത്തിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും, മാഗ്മ ഉണ്ടായിരിക്കും, മാഗ്മ ചേംബറുകൾ ഉണ്ടായിരിക്കും. ദെൻ അതിന്റെ ഉള്ളിലായിട്ട് ഈ പറയുന്ന മാൻഡിൽ ഉണ്ടായിരിക്കും, മാൻഡിലിന്റെ മുകളിലായിട്ട് ക്രസ്റ്റ് ഉണ്ടായിരിക്കും. ആ ക്രസ്റ്റിന് മുകളിലായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു എർത്ത് ലൈക്ക് ഒരു മൗണ്ടെയിൻ ഉള്ളത്. അപ്പൊ ഇതിലൂടെ എവിടെയെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ ഇത് എന്ത് ചെയ്യും, പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അത് ചിലപ്പം ഏറ്റവും ടോപ്പിലൂടെ ആയിരിക്കാം, ഇനി അതല്ല ചിലപ്പോൾ സൈഡിലൂടെ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ അതിലൂടെയും അത് പുറത്തേക്ക് വരാം. അപ്പൊ ഈ പുറത്തേക്ക് വരുന്നതിനെ ആ ഒരു ഏരിയയാണ് നമ്മൾ വെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വിത്തിൻ ദിസ്, ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ മാഗ്മ ഡിഫറെന്റ് രൂപത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഓരോ രൂപങ്ങൾ രൂപം കൊടുക്കാം. ഓക്കെ, ഓരോ രൂപത്തിൽ ഇത് എന്ത് ചെയ്യാം, ഉണങ്ങി അവിടെ ലൈക്ക് ഉണങ്ങുന്ന സെൻസ് ലൈക്ക് സെറ്റിൽ ആവാം. ഓക്കെ, കൂൾ ഡൗൺ ചെയ്യാം. അപ്പൊ അങ്ങനെ സെറ്റിൽ ആകുന്ന സമയത്ത് അതിനെ ബാത്തോലിറ്റ്സ്, ലോപ്പോലിറ്റ്സ്, ഫാക്കോലിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെന്റ് രൂപത്തിൽ പേരിട്ട് വിളിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ കുറെ കൂടെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത്, വോൾക്കാനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത്രത്തോളം ഡെപ്തിലേക്ക് പോവാം. ബട്ട് ഇപ്പം ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വെക്കുക. ഒരു വോൾക്കാനോയുടെ ഷേപ്പ് എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ളത്, ദെൻ ഹൗ ഇറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ക്, അതിന്റെ ഓരോ പെർട്ടിക്കുലർ ആയിട്ടുള്ള ലൈക്ക് പാർട്സ്. ഓക്കെ, വെന്റ് എന്താണ്, ഓക്കെ, അത് ലൈക്ക് ഡൈക്ക്, കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾ ഡൈക്ക് ഒക്കെ പഠിക്കുക. അപ്പൊ ഡൈക്ക് എന്താണ്, വെന്റ് എന്താണ്, ദെൻ ലൈക്ക് മാഗ്മ ചേംബർ എന്താണ്, ക്രസ്റ്റ് എന്താണ്, മാൻഡിൽ എന്താണ്, അതിന് മുകളിലേക്ക് ഇത് എങ്ങനെയാണ് നിൽക്കുന്നത്, ക്രേറ്റർ എന്താണ്. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു വോൾക്കാനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ക്രേറ്റർ തകർന്ന് വീണിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ലേക്ക് ഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ ഈ മാഗ്മ പുറത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വളരെ തിളച്ചു മറിഞ്ഞ ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് വരുന്നത്. അപ്പം ഇതിന്റെ സൈഡിലുള്ള ഈ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇത് എറോഡ് ചെയ്തിട്ടാണ് പുറത്തേക്ക് വരിക. ഈ ചൂടുള്ള സാധനം ഇവിടെ തട്ടുമ്പം അതും ഉരുകിയിട്ട് ഇതിന്റെ കൂടെ വരും. അങ്ങനെ ഈ സാധനം പുറത്തേക്ക് വന്നു കഴിയുന്ന സമയത്ത് ഇവിടെ ഒരു ചേംബർ, ഒരു വാക്യൂം ചേംബർ പോലെ ഇത് രൂപം കൊള്ളും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്റ്റി ചേംബർ ആവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വെയിറ്റ് കൂടിയ ഭാഗം മൊത്തം ഇതിന്റെ ഉള്ളിലേക്ക് ഇടിഞ്ഞു വീണിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് മൗണ്ടെയിൻ എന്ത് ചെയ്യും, മാറും. അപ്പം ഇങ്ങനെയും എന്ത് ചെയ്യാറുണ്ട്, മൗണ്ടെയിൻസിന്റെ ഷേപ്പുകൾ ഇടിഞ്ഞു വീണിട്ട് അത്തരത്തിലുള്ള ജോഗ്രഫിക്കൽ സാധനങ്ങളും രൂപം കൊള്ളാറുണ്ട്. ഇനി ഈ ഷേപ്പ് ഒന്ന് ഓർത്ത് വെക്കുക. കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നമ്മൾ കോറൽ റീഫ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും. ആ സമയത്ത് ഈ ഷേപ്പ് നിങ്ങൾ വീണ്ടും കാണും. ഓക്കെ, അറ്റോൾസിന്റെ ഒക്കെ ഫോർമേഷനിൽ ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് ഓർമ്മ വരും. എല്ലാം ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്, കാരണം പിന്നീട് വരുന്ന സമയത്ത് എല്ലാം പരസ്പരം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വോൾക്കാനോയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഗുഡ്. ദെൻ ഇനി എർത്ത് ക്വേക്കിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഫോക്കസ്, അതായത് നമ്മുടെ എർത്തിന്റെ ഉള്ളിൽ എവിടെ നിന്നാണോ ഈ എർത്ത് ക്വേക്ക് ഒറിജിനേറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ആ ഫോക്കസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എർത്തിന്റെ സർഫസിലെ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് എപ്പി സെന്റർ എന്ന് പറയുന്നത്. സോ ഫോക്കസ് എന്താണ് എന്നുള്ളതും എപ്പി സെന്റർ എന്താണെന്നുള്ളതും ഡിഫറെന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഒബ്വിയസ്ലി ഫോക്കസ് എന്ന് പറയുന്നത് സെന്റർ ആണ്, ലൈക്ക് എവിടെയാണോ ഒറിജിൻ ആയിട്ടുള്ളത് അതാണ്. അപ്പൊ നമ്മൾ ഒരു വൃത്തം വരയ്ക്കുന്ന സമയത്ത് ആ വൃത്തത്തിന്റെ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഈ വൃത്തത്തിന്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ചുറ്റും ഇക്വലന്റ് ഡിസ്റ്റൻസിൽ വരുന്ന പോയിന്റ്സ് ആണ് എന്ത്, സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, പിന്നെ എല്ലാ സാധനവും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു ഏരിയനെ നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലെൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലൈറ്റ് മുഴുവൻ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇത്തരത്തില് ഫോക്കസ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയാറ്.
എപ്പിസെന്റർ എന്ന് പറയുന്ന സമയത്ത് ഈ ഫോക്കസിൽ നിന്നുള്ള എർത്തിലേക്ക് ആദ്യം ഹിറ്റ് ചെയ്യുന്ന എർത്തിലെ പോയിന്റ് അതെന്ന് പറയുന്നത് ഈ സർഫസ്, ഈ ഒരു ഫോക്കസുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സർഫസ് ഏതാണോ അത് തന്നെയാണ് എപ്പിസെന്റർ. അപ്പം ഇവിടുന്ന് ഒരു എർത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് എല്ലാ ഡയറക്ഷനിലേക്കും 360 ഡയറക്ഷനിലേക്കും അത് സ്പ്രെഡ് ആവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡയറക്ഷനിലേക്ക് വരുന്നത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഈ നേരെ പെർപെൻഡിക്കുലർ മുകളിലേക്ക് പോകുന്നത് ഒറ്റയടിക്ക് ഇമ്മീഡിയറ്റ്ലി ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, അത് ഹിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇതിന് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് അത് വന്ന് ഹിറ്റ് ചെയ്യാനുള്ള ടൈമും എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുന്നുള്ളൂ. ഓക്കെ, ഓൾ ദിസ് വിൽ ഹാപ്പൻ വിത്തിൻ മിനിറ്റ്സ്. ബട്ട് ആ ഒരു സെക്കൻഡ്സിന്റെ ഡിഫറൻസ് അവിടെ ഫീൽ ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോക്കസ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ എപ്പി സെന്റർ എന്താണ് എന്നുള്ളതുമാണ്. ഓക്കെ, ദ പ്ലേസ് ഓൺ ദ സർഫസ് എബവ് ദ ഫോക്കസ് ഇസ് കോൾഡ് എപ്പി സെന്റർ, അതായത് നിയറസ്റ്റ് ഏരിയ. ഇനി ഈ സർഫസിലേക്ക് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ, ഈ എപ്പി സെന്ററിലേക്ക് ഈ എർത്തിലേക്ക് വന്ന് മുട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവും. ജസ്റ്റ് ലൈക്ക് ഈ ഒരു ഫോക്കസിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയ പോലെ ഇത് സർഫസിൽ വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഈ സർഫസിലൂടെ ഇത് എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും, സ്പ്രെഡ് ആയിട്ട് പോകും. ഓക്കെ, ഇത് സ്പ്രെഡ് ആയിട്ട് പോകും. അപ്പൊ ഈ പോകുന്ന സാധനങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ വൈബ്രേഷൻസ് എല്ലാം വേവ്സിന്റെ രൂപത്തിലാണ് ട്രാവൽ ചെയ്യുന്നത്. വേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഈ രൂപത്തിലുള്ളത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള വേവ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതല്ലാത്തൊരു വേവ്സും കൂടെ ഉണ്ട്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡിനൽ വേവ്സ് ഉണ്ട്. അതായത് ഇവിടെ ലൈക്ക് ഒരുപാട് കംപ്രഷൻ വരുന്ന ബട്ട് ബാക്കി ഏരിയയിലേക്ക് അത്ര കംപ്രഷൻ വരാതെ, അതായത് ലൈക്ക് ഇവിടെ റെയർ ഫ്രാക്ഷനും ഇവിടെ കംപ്രഷനും വരുന്നു, ഇവിടെ കംപ്രഷൻ വരുന്നു, വീണ്ടും റെയർ ഫ്രാക്ഷൻ വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വേവ്സും കൂടെ വരുന്നുണ്ട്. ബട്ട് ഈ ഒരു വേവ്സും വരുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കുളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ലിന് ചുറ്റും ഇതുപോലെ ഇങ്ങനെ അലകൾ ഉണ്ടായി പോകുന്നത് കാണാം. ഓക്കെ, സോ അങ്ങനത്തെ വേവ്സും വരുന്നുണ്ട്. അപ്പൊ തൽക്കാലം വേവ്സ് എന്ന് പറയുന്ന സമയത്ത് ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, ഈ വേവ്സിനെ കുറിച്ച് കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പം ഇത്തരത്തിലുള്ള വേവ്സുകളുണ്ട്. അപ്പൊ ഈ എപ്പി സെന്ററിൽ നിന്ന് ഇതുപോലെ വേവ്സ് ആയിട്ടായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ എർത്ത് ക്വേക്കിന്റെ ലൈക്ക് വേവ്സ് അതിനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പം ബേസിക് ആയിട്ട് 3 ആയിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇതല്ലാതെ സർഫസ് വേവ്, ബോഡി വേവ്സ് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ എർത്ത് ക്വേക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാം. ഇവിടെ വെരി സിമ്പിൾ ആയിട്ട് പി വേവ്, എസ് വേവ്, എൽ വേവ്, ഓക്കെ, ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ എർത്ത് ക്വേക്കിന്റെ വേവ്സ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഓക്കെ, ലാറ്റിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. then അടുത്തതാണ് ട്രാൻസ്വേഴ്സ് എന്ന് പറയുന്നത്. എസ് വേവ്സ് ആർ ലൈക്ക് ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഓക്കെ, then എൽ വേവ്സ് ആർ ലൈക്ക് സർഫസ് വേവ്സ്. അപ്പൊ സർഫസ്, ബോഡി വേവ്സ്, ട്രാൻസ്വേഴ്സ് ലൈക്ക് അങ്ങനെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇവിടെ ഈ കാര്യം ഇതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പി വേവ്സ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ് എന്നും എസ് വേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ്സ് ആണെന്നുള്ളതും എൽ വേവ്സ് എന്ന് പറയുന്നത് സർഫസ് വേവ്സ് ആണ് എന്നുള്ളതും. ഓക്കെ, സോ ഈ ഒരു കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അക്കോർഡിംഗ്ലി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണം. ഓക്കെ, ഇവിടുത്തെ ഒരുപാട് ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. എസ്പെഷ്യലി പി വേവ്സ്, എൽ വേവ്സ് ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല തവണ UPSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഏരിയ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചോദിച്ചോ. മനസ്സിലായി. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ലൈക്ക് ഈ ട്രാൻസ്വേഴ്സ് വേവ്സ് അതുപോലെ ലൈക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇനി അഥവാ ഈ ചാപ്റ്റർ റീഡ് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ വേണ്ട. സർഫസ് വേവ്സ് ലൈക്ക് സർഫസിലൂടെ ഉള്ള വേവ്സ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം ഇപ്പൊ പഠിച്ചാൽ മതി. അതിന്റെ ഒരുപാട് ലൈക്ക് ഡീറ്റെയിൽസിലേക്ക് പോകണമെന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇത്തരത്തിലുള്ള കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ ആയിട്ട് പോകുന്ന വേവ്സ് ഉണ്ട്. ഇനി അതല്ലാതെ ഇതുപോലെ ലൈക്ക് പാർട്ടിക്കിൾസ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്ന വേവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്സ് ഓഫ് മോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് ലൈക്ക് ഈ ഒരു ലൈക്ക് വേവ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, വേവ് മൂവ് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഈ കംപ്രഷൻ ആൻഡ് റെയർ ഫ്രാക്ഷൻ ഉണ്ടാകുന്നതും അതേ ഡയറക്ഷനിൽ, അതേ ലെങ്ത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കും.
ഓക്കെ, നേരെ മറിച്ചിട്ട് ഇവിടെ ഈ വേവ് മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, പക്ഷെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് ഇത് മുകളിലേക്കാണെങ്കിൽ ഇവിടെയുള്ള പാർട്ടിക്കിൾ താഴത്തേക്കാണ്. വീണ്ടും മുകളിലേക്ക് പോകും, താഴത്തേക്ക് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടുത്തെ മോഷൻ നടക്കുന്നത്. വേവ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇവിടെയുള്ള കുറെ സാധനം മുകളിലേക്ക് പോകും. ഓക്കെ, മുകളിലേക്ക് പോകും. ഇവിടെയുള്ള കുറെ എണ്ണം എന്ത് ചെയ്യും, താഴത്തേക്ക് വരും. അപ്പൊ ഇത്തരത്തില് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വേവ് മോഷൻ ഉണ്ടാകുന്നത്. അപ്പ് ആൻഡ് ഡൗൺ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ ഡയറക്ഷനിൽ വേവ് മൂവ് ചെയ്യുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരും. അത്തരത്തിലുള്ളതിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് എന്ന് പറയും. ഒരു എർത്ത് ഉണ്ടാവുമ്പോ അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിൽ എങ്ങനെ എർത്ത് ഉണ്ടാവുമ്പോഴേ ആ ഇങ്ങനെ മൂന്ന് തരത്തിൽ വേവ്സ് ഉണ്ടാവുമോ ഒരേ ആ സമയം? മൂന്ന് തരത്തിലുള്ള വേവ്സ് ഉണ്ടാവും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരു വെള്ളത്തില് ഒരു കല്ലിട്ടു. ആ കല്ലിട്ട സമയത്ത് വേവ്സ് ആയിട്ട് ഇങ്ങനെ പോവല്ലോ. അതേപോലെ തന്നെ ഈ എപ്പിസെന്ററിൽ നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്തും ഇതുപോലെ ലൈക്ക് ഈ സർഫസിലൂടെ ഇങ്ങനെ അതെന്തായിട്ടായിരിക്കും പോകുന്നത്, അതൊരു ലൈക്ക് ഒരു സിനസോയിഡൽ വേവ്സ് ആയിട്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ആയിട്ട് ഇങ്ങനെ ആയിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അതായത് ഒരു ട്രാൻസ്വേഴ്സ് വേവ്സ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലൈക്ക് ജസ്റ്റ് സെക്കൻഡ്, ഞാൻ ഇതിന്റെ മൗസ് പറഞ്ഞോളൂ. അല്ല ഇതിലിപ്പോ നിങ്ങൾ ഏതാണ് ആദ്യം ഉണ്ടാവുക അങ്ങനെയൊന്നുമില്ലല്ലോ. ഉണ്ട്, ഡെഫിനറ്റ്ലി. ഇതിൽ ആദ്യം ഉണ്ടാകുന്ന വേവ്സ് ഏതാണ്, സെക്കൻഡ് ആയിട്ട് ഉണ്ടാകുന്ന വേവ്സ് ഏതാണ്, ആ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ സെപ്പറേറ്റ്ലി വരുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോക്കസിൽ നിന്നുള്ള ആ ഒരു ഇമ്പാക്ട് സർഫസിലേക്ക് എത്തിയാലേ എപ്പിസെന്ററിൽ നിന്ന് എന്ത് ചെയ്യുള്ളൂ, പിന്നെ സർഫസ് വേവ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ സർഫസ് വേവ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഉണ്ടാകും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അതിന് പ്രോപ്പർ ആയിട്ട് എന്തുണ്ട്, ടൈമിംഗ് ഉണ്ട്. അതായത് ഒന്ന് കഴിഞ്ഞിട്ടാണ് അടുത്തുണ്ടാകുന്നത് എന്നുള്ള അത്തരത്തിലുള്ള ടൈമിങ് അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, വൺ ആഫ്റ്റർ ദി അതർ തന്നെയാണ്. റെക്കോർഡ് ചെയ്യുന്നത് ഏത്? എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യില്ലേ, ഞാൻ റെക്കോർഡ് ഇത്ര റെക്കോർഡ് ചെയ്യില്ലേ, അത് ഏത് വേവാ? അതായത് ചോദിച്ചാൽ ലൈക്ക് നമ്മുടെ ഒരു സെക്കൻഡ്, നമ്മുടെ റെക്ടർ സ്കെയിലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏതാണ് റെക്കോർഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അത് ലൈക്ക് ബേസ്ഡ് അപ്പോൺ ഏത് മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതിനനുസരിച്ചിട്ട് ഡിഫറെന്റ് സാധനങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ലൈക്ക് ആ ഒരു ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സർഫസ് വേവ്സ് ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു എപ്പി സെന്ററിൽ നിന്ന് ഇതുപോലെ ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, എപ്പി സെന്ററിൽ നിന്ന് ഒരു സെക്കൻഡ്